നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഞാൻ മമ്മൂക്കാക്കും ലാലേട്ടനും ഞാൻ ഈ കഴിഞ്ഞ ലാസ്റ്റ് EC കൂടിയപ്പോഴാണ് എൻ്റെ രാജി പ്രസിഡന്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പൊക്കെ ഇറക്കിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മമ്മൂക്കക്ക് ലാലേട്ടന് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പോണത്, നിങ്ങൾ അറിയണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നിനും വേണ്ടിയല്ല, അവരറിയണം. എനിക്ക് അയച്ചു, ഭയങ്കര സങ്കടം ഉണ്ടെന്ന് അയച്ചു. രാജിവെച്ച ശേഷം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഗൂഢാലോചന നടത്താൻ മാത്രം വലിയ ആളാണോ ഞാൻ? ഇതാണ് എല്ലാ സ്ഥലത്തെയും പ്രശ്നം. ഞാൻ നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തുനിന്നാണ് വന്നതെന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിലും ഇപ്പം ദൃശ്യത്തിൽ മാത്രം കാണുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ട്രോൾ വരാറുണ്ട്. എനിക്ക് ചെറിയ കുഞ്ഞു വർക്കുകളൊക്കെ കിട്ടാറുണ്ട്, അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമ എല്ലാവരും കാണാറൊന്നുമില്ല എന്നുള്ളതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. എന്നെപ്പറ്റി ഇത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അറപ്പ് വന്നു, സത്യം പറഞ്ഞാൽ അതാണ്. നമ്മളെല്ലാവരും കൂടെ ഇപ്പം ഇവിടെ നിൽക്കുന്ന നമ്മളാരും പേര് പോലും ചോദിച്ചിട്ടില്ല. അങ്ങനെയല്ലേ നമ്മൾ നിൽക്കണത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് ഒരു സ്ത്രീയെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി വേ എന്ന് പറഞ്ഞാൽ മോറൽ സൈഡ് പറയാന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പിന്നെന്താ പറയാൻ പറ്റുക? അപ്പോൾ നോക്കിയപ്പോൾ ചിലപ്പോൾ കിട്ടിയത് അതായിരിക്കാം, അങ്ങനെ പറഞ്ഞതായിരിക്കാം.